പിന്നെ ഇത്ത ദുൽഖർ സൽമാനും ഒക്കെ അറിയായിരുന്നു ഇത്തയാണ് എഴുതിയതെന്ന്? ഇല്ല, ഒരു വർഷം കഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു ഫംഗ്ഷന് വേണ്ടിയിട്ട് ഉണ്ണിയാർ സാറ് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അതിന് പോയി. പക്ഷെ എന്നെ അവിടെ പരിചയപ്പെടുത്തൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ബാക്കി എല്ലാവരെയും പരിചയപ്പെടുത്തുക, എല്ലാവർക്കും മൊമെൻറ്റോസ് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നെ പരിചയപ്പെടുത്തുകയോ അല്ലെങ്കിൽ എന്നെ വിളിക്കുകയോ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം തോന്നി. അതുകൊണ്ട് ഞാൻ ദുൽഖർ സൽമാൻ്റെ അടുത്ത് പോയി. അടുത്തേക്ക് ചെന്നിട്ട് ഞാൻ പറഞ്ഞു, ആ ഉറുദു ഡയലോഗ് എഴുതിയത് ഞാനാണ്. ഷോ നിങ്ങളാണോ എഴുതിയെന്ന് പറഞ്ഞിട്ട് എന്നെ ഇങ്ങനെ പിടിച്ചു. നല്ല രസമുള്ള വരികളാണല്ലോ അതെന്ന് പറഞ്ഞ് എന്നെ പിടിച്ചിട്ട് എന്നെ ഇങ്ങനെ നിർത്തിയിട്ട് ഒരു ഫോട്ടോ എടുക്കുകയും ചെയ്തു. എല്ലാവരും അതങ്ങ് വിട്ടുപോയോ എനിക്കറിയില്ല. എന്നാലും നമ്മൾ വിളിക്കാതെ നമ്മൾ പെട്ടെന്ന് നമ്മൾ അങ്ങോട്ട് പോയി പറയാൻ നമുക്ക് പറ്റില്ല. പക്ഷെ എനിക്ക് ഭയങ്കര വിഷമം തോന്നി. ഇങ്ങനെ ഇത്രയും ഒരു ഹിറ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് വന്നിരിക്കുന്നത്. പിന്നെ എല്ലാവരും കോളേജ് കുട്ടികളൊക്കെ എന്നോട് ഞങ്ങളൊക്കെ സ്റ്റാറ്റസ് ആക്കി വെച്ചതാ, ഒരിക്കലും അറിഞ്ഞില്ല ഇത് ഇതാണ് എഴുതിയതെന്ന്. അപ്പൊ അതുകൊണ്ട് ഞാനൊന്ന് വെറുതെ ഒന്ന് പരിചയപ്പെടാൻ പോയപ്പോ ഇത് എഴുതിയത് ഞാനാണെന്നൊന്ന് പറയാനുള്ള ഇഷ്ടം. എന്നാലും അത് പറഞ്ഞപ്പം അത്രയും ദുൽഖർ സൽമാൻ ഒരു അപ്രീസിയേഷൻ കിട്ടിയൊരു പിന്നെ അഭിനയം, ചാർലിയിലെ അഭിനയത്തിന് കിട്ടിയ ഡയലോഗ്സിനും കിട്ടി. DQവിനെ പോലെ തന്നെ ഭയങ്കരമായിട്ട് ടെസ എന്നുള്ള കഥാപാത്രം ചെയ്ത നമ്മുടെ പാർവതി തിരുവോത്ത് നന്നായിട്ട് അതിൽ ചെയ്തിട്ടുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു നടി കൂടിയാണ് പാർവതി. ഭയങ്കര പരിചയമുണ്ടോ? പരിചയം ഞാൻ ഹലാൽ ലവ് സ്റ്റോറി എന്ന് പറഞ്ഞ ഡയറക്ടർ സക്കിരിയ മുഹമ്മദിന്റെ ഹലാൽ ലവ് സ്റ്റോറി എന്ന് പറഞ്ഞ